ഇ.ഡി. ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി കേന്ദ്രം സുപ്രീം കോടതിയിൽ. ഈ മാസം 31-ന് പുതിയ ഡയറക്ടറെ നിയമിക്കണമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഈ മാസം 11-നാണ് ഇ.ഡി. ഡയറക്ടറുടെ കാലാവധി നീട്ടിയ നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. ജൂലൈ 31 വരെ അദ്ദേഹത്തിന് സർവീസിൽ തുടരാമെന്നും ഇ.ഡിക്ക് പുതിയ തലവനെ കണ്ടെത്തണമെന്നുമാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. മിശ്രയെ 2 വർഷത്തേക്ക് ഇ.ഡി. ഡയറക്ടറായി നിയമിച്ചത് 2018 നവംബറിലായിരുന്നു. ശേഷം 2020-ൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയും വിരമിക്കൽ പ്രായമാവുകയും ചെയ്തിരുന്നുവെങ്കിലും മിശ്രയുടെ കാലാവധി 2-ൽ നിന്ന് 3 വർഷമാക്കി രാഷ്ട്രപതി ദീർഘിപ്പിച്ചു. തുടർന്നാണ് 2020 നവംബർ 13-ന് ഇ.ഡി. ഡയറക്ടറുടെ കാലാവധി നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ സന്നദ്ധ സംഘടനയായ കോമൺ കോസ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഇതേ തുടർന്ന് മിശ്രയുടെ കാലാവധി നീട്ടരുതെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് ഇ.ഡി. ഡയറക്ടറുടെ കാലാവധി 5 വർഷം വരെയാക്കുകയാണ് ഉണ്ടായത്. കൂടാതെ എതിരായ ഹർജികൾക്ക് കേന്ദ്രം മറുപടിയും നൽകി. പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളാണ് ഇ.ഡി. പോലുള്ള ഏജൻസികൾക്കുള്ളതെന്നും അതിനാൽ 2 മുതൽ 5 വർഷം വരെ കാലാവധി ഈ ജോലിക്ക് ആവശ്യമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് 2022 നവംബർ 17-ന് മിശ്രയ്ക്ക് വീണ്ടും 1 വർഷം കൂടി കാലാവധി നീട്ടിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി കഴിഞ്ഞ 11-ന് വിധി പ്രസ്താവിച്ചത്. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഡൽഹി.